രേണുമോളെ കണ്ടിട്ട് കുറെ ആയല്ലോ. സുഖമല്ലേ? ഓ, എന്നെ ആക്കിയതാന്ന് എനിക്കറിയാം. എന്ത് സുഖം. മറ്റുള്ളവരെ കുറിച്ചുള്ള മുൻവിധികളും ധാരണാ പിശകുകളും യഥാർത്ഥ പ്രശ്നം. അയ്യോ അമ്മ, ഈ കാര്യങ്ങളുടെ യഥാർത്ഥ പ്രശ്നം ഞാനാണമ്മേ. അമ്മ, എനിക്കത് ബോധ്യമായി. പിന്നെ എനിക്കാണെങ്കിൽ അത് സ്വയം തിരുത്താനും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ രേണുവിന്റെ ഹെൽപ്പ് ചോദിച്ചു, ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ. പിന്നെ കുറച്ച് കൗൺസിലിംഗ് സെഷനൊക്കെ കഴിയുമ്പോ ഞാൻ ബെറ്റർ ആവും. പക്ഷേ രണ്ടുപേരും ഒന്നിച്ച് അറ്റൻഡ് ചെയ്യണമെന്നാണ് അന്വേഷിച്ച പറഞ്ഞത്. അങ്ങനെ രേണു സമ്മതിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് വരാന്ന് വിചാരിച്ചു. പിന്നെ ഋതു കൂടെ അച്ഛൻ വരെ എടുത്തുള്ളാന്ന് പറഞ്ഞു. അത് നന്നായി. നിങ്ങൾക്ക് അതിനുള്ള മനസ്സുണ്ടായപ്പോ തന്നെ പാതി പ്രശ്നം തീർന്നു. നമ്മൾ ഇന്ന് തുണയെന്ന് കരുതുന്ന അച്ഛനും അമ്മയൊക്കെ നമുക്കിന്ന് തണലാവില്ലല്ലോ. അന്ന് നമ്മളെ അറിയുന്ന ഒരു കൂട്ട് ഒരു ബലവാ. ഇപ്പതേ ഇവന് തന്നെ പല പല മോഹങ്ങളും ചില്ലറ ചാബല്യങ്ങളും അല്ലായിരുന്നോ? ഒരു ഘട്ടത്തിൽ അതൊന്നും സ്ഥായിയല്ലെന്ന് മനസ്സിലായി. എന്തായാലും എനിക്ക് വലിയ സന്തോഷമായി. നിങ്ങളെന്നാ പോയിട്ട് വാ. എനിക്കും എന്റെ ഋത്തുക്കുട്ടനും കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്, അല്ലേടാ? എന്നാ ശരിയമ്മ, ഞങ്ങൾ പോയിട്ട് വാ, ചോദിക്കട്ടെ. വാ, ഇരിക്കി. പറ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അമ്മയുടെ കിളി പോയതിനാ ട്രീറ്റ്മെന്റ് വേണ്ടെന്ന് പറയാൻ പറ്റോ? ഓ, അങ്ങനെയാ അച്ഛന് വേണ്ടിന്നാക്കിയത്. അതിലമ്മ വീണു. ചികിത്സ വേണോ വേണ്ടേന്നൊക്കെ അവരാ നിശ്ചയിക്കേണ്ടത്. അല്ലെങ്കിൽ രണ്ടാൾക്കും പ്രോപ്പർ ഗൈഡൻസ് മതിയാവും. അമ്മയുടെ സ്വഭാവം എനിക്ക് തന്നെ തീരെ പിടിക്കുന്നില്ല അച്ഛന്. അതേ ഋതുക്കുട്ടാ, അവളെ ഒറ്റ മോളായി വളർന്നതിന്റെ പ്രശ്നങ്ങളോ അതൊക്കെ. എന്ത് പ്രശ്നത്തിനും പരിഹാരം. അമ്മ അച്ഛന്റെ കൂടെ കൗൺസിലിംഗ് പോകാൻ സമ്മതിച്ചപ്പോ വീട്ടിൽ അമ്മ ഒരേ ബഹളം. ആണോ? ഞാനെന്തേ അമ്മമ്മയ്ക്ക് നല്ല വഴക്കൊടുത്തു. അമ്മ സ്വന്തം ഭർത്താവിന്റെ കൂടെ പോകുന്നതില് അമ്മമ്മയ്ക്ക് എന്താന്ന് ചോദിച്ചു. ഷേടാ, നീ ഇങ്ങനെയൊക്കെ ചോദിക്കാറായോടാ? ആരെങ്കിലും ഒക്കെ ചോദിക്കണ്ടേ? അത് ശരിയാ. അതെ, വാ, നിനക്ക് ഞാനൊരു സ്പെഷ്യൽ ഉണ്ടാക്കി തരാം. എന്താ അച്ഛനെ? അതൊക്കെ സർപ്രൈസാ. വാ, ഞാൻ നിങ്ങളെ രണ്ടാളെയും ഇൻഡിവിജ്വലായി ആദ്യം കാണാം. ഉൾപ്പെടെ പോവാൻ അതാവും നന്നാവുക. കാര്യങ്ങളെല്ലാം കൃത്യമായും നിങ്ങൾക്ക് ബോധ്യമായ വ്യക്തതയോടും കൂടി പറയുക. അത് നമുക്ക് പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്യുന്നതിന് കൂടുതൽ ഉപകാരപ്പെടുകയുള്ളൂ. ആദ്യം ആരാ സംസാരിക്കുന്നത്? ഞാൻ അടുത്തത് പറയാം. എന്താണ് മഹേഷ് നിങ്ങളുടെ പ്രശ്നം? ഡോക്ടർ, ഞങ്ങളുടേതൊരു ലവ് മാരേജ് ആയിരുന്നു. ഞങ്ങൾക്ക് പരസ്പരം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. വിവാഹം കഴിഞ്ഞ് വലിയൊരു ഹണിമൂൺ പീരീഡ് ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ രേണുക പ്രഗ്നന്റ് ആയി. ഞങ്ങൾക്കൊരു മോനുണ്ടായി. പിന്നെ ഈ ഡോക്ടറെ, പിന്നെ കാര്യമില്ലാതൊക്കെ രേണു എന്നോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ബഹളം കാണിച്ച് മോനെ പോലും എടുക്കാതെ അവൾ അവളുടെ വീട്ടിലോട്ട് പൊക്കളെ. ഡോക്ടർ, ശരിക്കും വളരെ ഇൻഡിഫറന്റ് ആയിട്ടുള്ള പെരുമാറ്റമാണ് ഡോക്ടർ. ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഈ ജീവിതം കയ്യിൽ നിന്ന് പോയ അവസ്ഥ. ഈ രേണുകയുടെ ദേഷ്യം മഹേഷിനെ തന്നെ ഉദ്ദേശിച്ചാണോ? അങ്ങനെ തന്നെയാണെന്നാണ് ഡോക്ടർ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനെന്തോ തെറ്റുകാരനായിട്ട് നിൽക്കുന്ന പോലെ. നിങ്ങളുടെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? എന്താണേലും പറഞ്ഞോളൂ. ഡോക്ടറെ, വിവാഹശേഷം തന്നെ ഈ ഫിസിക്കൽ റിലേഷനുള്ള താല്പര്യം അവൾക്ക് കുറവായിരുന്നു. അപ്പോ മഹേഷിന് എന്ത് തോന്നി? അവൾക്ക് എന്നോട് താല്പര്യമില്ലാത്തതായിട്ട് എനിക്ക് തോന്നി. അന്നേരം മഹേഷ് പോയോ? ഈ ചില സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. രേണുക വല്ലാതെ ദേഷ്യപ്പെട്ടാണോ മഹേഷിനോട് പെരുമാറുന്നത്? എന്തോ എനിക്ക് എപ്പോഴും ദേഷ്യം വരുമോ ഡോക്ടറെ? എനിക്കതെന്തോ അങ്ങോട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഈ മഹേഷേട്ടനെ കുറെ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്. അതാ എന്റെ ദേഷ്യത്തിന്റെ പ്രധാന കാരണം. ദേഷ്യം വരുമ്പോ എന്ത് തോന്നും? മഹേഷേട്ടനോട് ഞാൻ എന്തെങ്കിലും ഒച്ചല് വിളിച്ച് പറയും. സഹിക്കാൻ പറ്റാതാവുമ്പോ ഞാൻ ഇറങ്ങി എന്റെ വീട്ടിൽ പോകും. അതൊരു ഒളിച്ചോട്ടമാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്കിടയിലെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? എനിക്ക് എന്തോ വല്ലാത്ത ടെൻഷനാ ഡോക്ടർ. എന്തോ ഒരു പേടി. നിങ്ങളുടെ രണ്ടുപേരുടെയും ലവ് മാരേജ് അല്ലേ? അതെ. എന്നിട്ടും എന്തേ ഇങ്ങനൊരു പേടി? ഇവിടെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായും രഹസ്യമാണ്. നിങ്ങൾ തയ്യാറാകുന്ന അത്രമാത്രം പറഞ്ഞാൽ മതി. ഒന്നും പറയാൻ നിർബന്ധമില്ല. പിന്നെ പറയുന്ന കാര്യങ്ങളിലെ വ്യക്തത നമ്മുടെ പ്രതിസന്ധി പരിഹരിക്കപ്പെടാൻ ഗുണപ്പെടും. രേണുകയുടെ കുട്ടിക്കാലം ഓർക്കുമ്പോ സന്തോഷം മാത്രമാണോ മനസ്സിൽ? കുട്ടിക്കാലത്ത് ഇഷ്ടമില്ലാത്ത വിധത്തില് ആരെങ്കിലും സ്പർശിക്കുകയോ അസ്വസ്ഥത തോന്നിയ എന്തെങ്കിലും അനുഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? കുടിക്കാൻ വെള്ളം വേണോ? രേണുക ശാരീരിക അടുപ്പത്തിൽ നിന്നും പിന്മാറുന്നതും ഒറ്റപ്പെടാൻ ശ്രമിക്കുന്നതും കുട്ടിക്കാലത്തെ പരിഹരിക്കപ്പെടാത്ത എന്തോ അനുഭവമായി ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു. പറയാൻ എളുപ്പമുള്ള കാര്യമല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കതിലേക്ക് പിന്നീട് വരാം. ഞാൻ പറയാം ഡോക്ടർ. രണ്ടാളെയും കേട്ടപ്പോ എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് രണ്ടാൾക്കും ഉള്ളിൽ ആഴത്തിലുള്ള സ്നേഹം പരസ്പരം ഉണ്ടെന്നാണ്. നിങ്ങളുടെ പോലും അല്ലാത്ത കാര്യങ്ങളാ നിങ്ങൾക്കിടയിലെ വില്ല്. രേണുകയുടെ കുട്ടിക്കാലത്തെ ചില അനുഭവങ്ങളാണ്. ശാരീരിക അടുപ്പത്തിൽ നിന്നും രേണുകയെ അകറ്റിയതും പ്രതിരോധമായി ദേഷ്യം കാണിച്ചതും രക്ഷപ്പെടാനായി സ്വന്തം വീട്ടിലേക്ക് ഒളിച്ചോടിയതും. ആ അകലം മഹേഷിന് നിഷേധമായി തോന്നി. കിട്ടാത്തത് മറ്റു സൗഹൃദങ്ങളിൽ മഹേഷ് അന്വേഷിച്ചു. രണ്ടുപേരും രണ്ട് വിധത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചവരാണ്. രേണുകയ്ക്ക് ട്രോമ ഫോക്കസ്ഡ് കൗൺസിലിംഗ് വേണം. ദേഷ്യം രേണുകയുടെ സ്വഭാവമല്ല, അതൊരു കവചമാണ്. മഹേഷ്, രേണുക പറഞ്ഞ ഇല്ലകൾ നിങ്ങളെ തള്ളിയതല്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ ഇതുപോലെ രണ്ടിടങ്ങളിലായിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇപ്പോ ശാരീരിക അടുപ്പം നിർബന്ധമാക്കുന്നത് നന്നാവില്ല. നമ്മുടെ സെഷൻസ് കഴിയട്ടെ, രണ്ടാളും ഓക്കെ ആവും. രണ്ടിടത്താണെങ്കിലും രണ്ടാളും തമ്മില് കുറച്ചു നേരമെങ്കിലും ക്വാളിറ്റി ടൈം ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി മാത്രം പരസ്പരം നൽകുന്ന സമയം. ഫോണിൽ സംസാരിച്ചാലും മതി, പഴയ പ്രണയകാലത്തെ പോലെ. അടുത്ത സെഷനിൽ നമ്മൾ ഒരുമിച്ച് ഒരു ചെറിയ എക്സസൈസ് ചെയ്യും. ഒരു വാക്കും ഇല്ലാതെ അടുത്തിരുന്ന് സ്നേഹിക്കാനുള്ള എക്സസൈസ്. ഉള്ളിലെ സ്നേഹം പരസ്പരം ബോധ്യപ്പെടുത്താൻ ഇനി ശ്രമിക്കും. അടുത്ത സെഷനിൽ കാണാം. ശരി ഡോക്ടർ. താങ്ക് യു. താങ്ക് യു ഡോക്ടർ. ഞങ്ങൾ ഇറങ്ങാം. ചേച്ചി,
സത്യത്തിൽ ഇപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ അമ്മ ശരിക്കും ടേക്ക് കെയർ ചെയ്യുന്നു. അതിപ്പോഴാണ് നിനക്ക് മനസ്സിലായത്. നീ എന്താ അമ്മ എന്നിട്ട് ഡാൻസ് ആണോ വിളിക്കാതെ? എനിക്കപ്പോ അങ്ങനെ പറയാനാ തോന്നിയത്. അമ്മയ്ക്ക് അത് ശരിക്കും ഫീൽ ആയിട്ടുണ്ട്. അമ്മ ഇടയ്ക്ക് ഇത്തിരി ഫീൽ ആവുന്ന നല്ലതാ. എന്താ അലമ്പ് സ്വഭാവം അടിന്റെ. പക്ഷേ പിന്നെ അമ്മയുടെ മുഖം കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി. എന്നിട്ട് നീ എന്ത് ചെയ്തു? ചെയ്യാൻ പോകുന്നല്ലേ ഉള്ളൂ. ആ ടണ്ടടായ്. ഇതെവിടെന്നാ? അതൊക്കെ സീക്രട്ടാ. വാ അമ്മ. ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റ് ആരാണെന്ന് അമ്മയ്ക്ക് അറിയാമോ? ആരായാലും എനിക്ക് കാര്യമില്ലല്ലോ, നീ എന്നെ വിളിച്ചില്ലല്ലോ. സന്ദീപ് പ്രദീപ ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ്. അതാരാ? അമ്മ ഒട്ടും അപ്ഡേറ്റഡ് അല്ല. പുതിയ സിനിമാകാരനാ. അടുത്ത സ്റ്റാറാ. പൃഥ്വിരാജ് വന്ന ശേഷം മലയാള സിനിമയിൽ സംഭവിച്ചതൊന്നും അമ്മയ്ക്ക് അറിയില്ല. പക്ഷേ എന്റെ ചീഫ് ഗസ്റ്റ് ആരാണെന്ന് അമ്മയ്ക്ക് അറിയോ? ഓ, അങ്ങനെ ഓരോരുത്തർക്ക് ചീഫ് ഗസ്റ്റ് ഒക്കെ ഉണ്ടോ? ആരാ പറയും? അമ്മ തന്നെ. ദാ അമ്മ തന്നെയാ ചീഫ് ഗസ്റ്റ്. വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ. എന്തോ ഞാനും വരുന്നുണ്ട് സ്കൂളിലേക്ക് കാവ്യയുടെ ഡാൻസ് കാണാൻ. അത് കൊള്ളാലോ. അപ്പൊ പിണക്കൊക്കെ മാറിയോ? മാറി. ഒരു മിനിറ്റ് പറയുമാ. സാർ, മോഹന്റെ പുതിയ താളത്തെ കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മുടെ ടീം ഇവിടെ എത്തുമ്പോഴേക്കും അവരിവിടെ നിന്ന് മുങ്ങി. അതെവിടെ? ഇവിടെ പ്ലാന്റേഷന്റെ ഉള്ളായിട്ടാ. അവൻ ആ വട്ടത്തിൽ തന്നെ ഉണ്ടാവും. ഒന്ന് ഹോട്ട് സെർച്ച് ചെയ്യും. നോക്കാം സാർ. പിന്നെ വിവരം അപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അറിയിക്കാം സാർ. ശരി, ഓക്കെ. ഓക്കെ സാർ. ഹലോ, എന്തിനാ ഈ നേരത്ത്? അപ്പയുടെ റീജോയിനിങ് ഡേറ്റ് എടുക്കുമ്പോ വല്ലാത്തൊരു പേടി. എന്തിനാ? അല്ല, റീജോയിനിങ്ങിനെ ആ മോഹൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന്. അയാൾ അബ്സ്കോണ്ടിങ് അക്യൂസ്ഡ് അല്ലേ? അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തിനെങ്കിലും തുനിഞ്ഞാൽ പോലീസ് പിടിക്കത്തില്ലേ? ആളന്ന് കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ട ഓർമ്മയില്ലേ? വക്കീലിനെ തള്ളിയിട്ടല്ല രക്ഷപ്പെട്ടു പോയത്. ആള് നമ്മൾ വിചാരിക്കുന്നതിനല്ല. അയാൾ എന്ത് അഭ്യാസം കാണിച്ചിട്ടാണെങ്കിലും മുന്നേ പിടിച്ചതല്ലേ? അതുപോലെ വൈകാതെ തന്നെ അയാൾ അകത്താവും. ഇനി അയാൾ അകത്തായാൽ അകത്തായതാ. പിന്നെ അതീവ ജാഗ്രത ഉണ്ടാവും. അയാളുടെ ഒരു പരിപാടി നടക്കത്തില്ല. മുന്നേ അങ്ങേര് അപ്പച്ചനൊന്ന് കാര്യമായിട്ട് തൊട്ടതാ. അതിന്റെ കലി എന്റെ ഉള്ളിലുണ്ട്. തഞ്ചത്തിന് കിട്ടിയാൽ ഞാനതൊക്കെ തീർക്കും. ദേ, ചുമ്മാ വാശിയും കൊണ്ട് നടക്കല്ലേ ചേട്ടാ. നമ്മുടെ ഒരു കൈബദ്ധം മതി ജീവിതം തൊലഞ്ഞു പോകാനായിട്ട്. ഒട്ടും അമിതാവേശം ഒന്നിനും കാണിക്കരുത്. ദേഷ്യത്തിന്റെയും വാശിയുടെയും പുറത്തൊന്നും ഒന്നും ചെയ്യരുത്. പിന്നെ ദേ, ചായ കുടിച്ചുറപ്പിച്ചൊരു വാക്കുണ്ട്, അത് മറക്കരുത്. ഒരാൾ കൂട്ടിനുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഇപ്പൊ എന്റെ ജീവിതം. അതൊന്നും തകർക്കരുത്. അയ്യോ ഇല്ല, തകർക്കില്ല. ഞാനൊരു ആവേശത്തിൽ പറഞ്ഞത്. അപ്പൊ സമാധാനമായി ടെസ്റ്റിനുള്ള പഠിത്തം നടക്കട്ടെ. അമിതാവേശം ഒന്നും വേണ്ട. ഇല്ല ഇല്ല ഇല്ല, ഇനിയില്ല, ഉറപ്പിച്ചു. ഏട്ടാ, ഞാൻ വിചാരിച്ചു ശിവരാമേട്ടനായിരിക്കും. ഈ പാടുക്കളേന്ന് മുറ്റം വരെ ദൂരം കൂടിയതുപോലെയുണ്ട്. ദൂരം കൂടുന്നതല്ല നാഥാ, പ്രായം കൂടുന്നതാ. ധർമ്മലയിലെ ഞാൻ ഈ പ്രശ്നം അനുഭവിക്കുന്നതല്ലേ. നമുക്ക് ദൂരവും പ്രായമൊന്നും ഇല്ലല്ലോ കൂടാ. ഓ, അല്ലേ? അത് ശരിയാ. അല്ലേ? ശിവരാമേട്ടൻ പ്രേംനസറിനെ പോലെ നിത്യഹരിതനായിരുന്നു. അതുകൊണ്ട് അപ്പൊ സ്കൂളിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഇനി മടക്കുള്ളൂ എന്ന് പറഞ്ഞിറങ്ങിയതാ. ജോയിൻ ചെയ്യാൻ ഒരുങ്ങുമ്പോഴല്ലേ ആ മോഹൻ ജയിലിൽ ചാടി ഭീഷണിപ്പെടുത്തിയത്. അതുകൊണ്ട് നീ ഇനി ജോയിൻ ചെയ്യുന്നില്ലേ പക്ഷേ? അയാളെ ഇന്ന് പിടിക്കും നാളെ പിടിക്കും എന്ന് കരുതിയിരുന്നതാ. അവനെ എന്നോ പിടിക്കട്ടെ. അവനെ പിടിച്ചിട്ട് ജോയിൻ ചെയ്യാനിരിക്കുകയാണോ നീ? നന്നായി. അതല്ല, ഈ ഒരു സിറ്റുവേഷനിൽ അയാൾക്കൊക്കെ ഒരു ഉത്തരം തടസ്സപ്പെടുത്താനാവില്ല. ആ. അപ്പൊ ധൈര്യമായിട്ടിരിക്കണം. അന്ന് എല്ലാരും കൂടി ഒരുമിച്ച് കൂടിയപ്പോ പറഞ്ഞതല്ലേ ഇതൊരു ലോഡ്ജായി കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യ. സരസ്വതിയുടെ സ്കൂളിലെ റീജോയിനിങ് നടക്കരുത്. താൻ കൂടെ നിന്നില്ലെങ്കിലേ ആദ്യം ഞാൻ തന്നെ തട്ടും.